അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന പരീക്ഷ താരീഖാണല്ലോ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് താരീഖിന് വേണ്ട പാഠങ്ങൾ, പദവാർഷിക പരീക്ഷയ്ക്ക് താരീഖിൽ തീർക്കേണ്ട പാഠങ്ങൾ 5 പാഠങ്ങളാണ്. ഉപരോധം എന്നുള്ള ഈ പാഠം വരെയാണ് പദവാർഷിക പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. ഇൻഷാ അല്ലാഹ് ഓരോ പാഠത്തിന്റെയും ഒരു റിവിഷൻ, ഇതിലുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. അതിനുശേഷം താരീഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പരീക്ഷയിൽ നല്ല രൂപത്തിൽ എഴുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ പാഠം ദഅവത്തിന്റെ ആരംഭം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം അത് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദഅവത്ത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ക്ഷണിക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതിന്റെ ആരംഭം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. അതിലെ ചോദ്യോത്തരങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത്, ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. ആദ്യം 3 വർഷം രഹസ്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് രഹസ്യമായിട്ടായിരുന്നു ക്ഷണിച്ചത് എന്നെഴുതിയാൽ മതി. രണ്ടാമത്തത്, രഹസ്യ ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? അതിന്റെ ഫലമായി എന്ന് വെച്ചാൽ രഹസ്യ പ്രബോധനത്തിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഉത്തരം പലരും ഇസ്ലാമിലേക്ക് വന്നു. ഇനി മൂന്നാമത്തത്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ഇത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ കാണാതെ പഠിക്കണം. ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാ? അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ ഉപ്പാന്റെ പേരും ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഖുഹാഫയുടെ മകൻ, അബി ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ സ്ത്രീകളിൽ നിന്ന് ആരാ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? ഖദീജ ബിൻതു ഖുവൈലിദ്, ഖദീജ റളിയല്ലാഹു അൻഹ. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇപ്പോ ഈ പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് വ്യക്തമാക്കാം പിതാക്കളുടെ പേരുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം. ഖദീജ ബീവി ഇവിടെ വ്യക്തമാക്കാനാണ്, ഇവരെ പിതാക്കളുടെ പേര് വ്യക്തമാക്കാനാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ പിതാവ് ആരാ? ഇവിടെ നമ്മൾ പറഞ്ഞു ഖദീജ ബിൻതു ഖുവൈലിദ്. അപ്പൊ ഖുവൈലിദ് ആണ് ഖദീജ ബീവിയുടെ ഉപ്പാന്റെ പേര്. അപ്പൊ ഖുവൈലിദ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാര? ഇവിടെ നമ്മൾ പറഞ്ഞു അബി ഖുഹാഫ. അപ്പൊ അബി ഖുഹാഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഇനി സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാ? ഇബ്നു ഹാരിസ ആണ്. അപ്പൊ ഹാരിസ റളിയല്ലാഹു അൻഹു അവരാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. അലി റളിയല്ലാഹു അൻഹുവിന്റേതോ? അബി താലിബ്. അപ്പൊ അലി ഇബ്നു അബി താലിബ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അബൂ താലിബാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ആ ഒരു ലിസ്റ്റ്, അവരുടെ പിതാക്കന്മാരുടെ പേരുൾപ്പെടെ പഠിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ പ്രബോധനം എത്ര വർഷമായിരുന്നു? 3 വർഷമായിരുന്നു. ആദ്യത്തെ 3 വർഷം രഹസ്യമായിട്ടുള്ള പ്രബോധനമായിരുന്നു. അത് കാരണമായി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വിഷയം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. രഹസ്യ പ്രബോധനം ആരാധനകളും നടത്തിയിരുന്നത് എവിടെയാണ്? ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. അതും കൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ദാറുൽ അർഖമിൽ വെച്ചാണ് രഹസ്യ പ്രബോധനം നടന്നിരുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പാഠം പരസ്യ പ്രബോധനം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 3 വർഷം നുബുവത്ത് ലഭിച്ച് ആദ്യത്തെ 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായിട്ടാണല്ലോ പ്രബോധനം നടത്തിയത്. അടുത്ത പാഠം 3 വർഷത്തിന് ശേഷം രഹസ്യ പ്രബോധനം, അതിനുശേഷം
വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പരസ്യ പ്രബോധനത്തിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. വിദ്യാർത്ഥികൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വിദ്യാർത്ഥികൾ സമയമെടുത്ത് തന്നെ ഓരോ പാഠങ്ങളും കൃത്യമായി വായിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആവർത്തിച്ച് വായിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ എഴുതിയും ശീലിക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ഏകദേശം ഈ പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വൈകിയ സമയത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ തദ്രീബാത്തുകൾ മാത്രം നോക്കുന്നത്. ഒന്നാമത്തത്, ഖുറൈശ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആരാ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സഫാ പർവ്വതത്തിൽ കയറി തന്റെ കുടുംബമായ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തത്, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താ? ഇവിടെ അതിന്റെ ഉത്തരമുണ്ട്. ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചത്. അവർ മറുപടി പറഞ്ഞത് എന്ത്? അപ്പോൾ അവർ മറുപടി എന്താ പറഞ്ഞത്? ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. ഇതാണ് ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? എല്ലാവരും വന്നിട്ടുണ്ട്, അല്ലെ? എല്ലാവരും വന്നിട്ടുണ്ട്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച സമയത്തിൽ അവർ എല്ലാവരും വന്നിട്ടുണ്ട്. അവർ എല്ലാവരും വിളി കേട്ടു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, അവരെല്ലാം വിളി കേട്ടു വന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അടുത്തത്, ആരാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക? ഇത് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതാരാ പറഞ്ഞത്? ഇത് അബൂലഹബാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിൽ നിന്ന് ആദ്യമായിട്ട് ഈ വിഷയം പറഞ്ഞപ്പോ ആദ്യമായി നബി തങ്ങളെ ചീത്ത പറഞ്ഞ ആള്, നബി തങ്ങളെ ശപിച്ച ആളാണ് ആര്? അബൂലഹബ്. തബ്ബല്ലക യാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞല്ലോ. തബ്ബല്ലക അലിഹാദ ജമഅതന, ഇതിനു വേണ്ടിയിട്ടാണോ മുഹമ്മദേ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? നിനക്ക് നാശം എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായിട്ട് ശപിച്ചത് അബൂലഹബാണ്. അപ്പൊ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതാരാ പറഞ്ഞത്? അബൂലഹബാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, യോജിച്ചവയോട് ചേർക്കാം. ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്, നമ്മളത് യോജിപ്പിക്കണം. ഒന്നാമത്തത്, രഹസ്യ പ്രബോധനം എത്ര വർഷമായിരുന്നു? 3 വർഷമാണ് രഹസ്യ പ്രബോധനം. ഇനിയോ അതൊരു ഖുർആൻ ആയത്തിന്റെ ഇനി ബാക്കി നമ്മൾ ചേർക്കണം. അൽ അഖ്റബീൻ. അപ്പോൾ ഇനി മൂന്നാമത്തത് പിതൃവ്യൻ. ആരാണ് പിതൃവ്യൻ? അബൂലഹബ്. നബി തങ്ങളുടെ പിതൃവ്യനാണ് അബൂലഹബ്. ആ അബൂലഹബ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ശപിച്ചതും. അബൂലഹബ് പിതൃവ്യൻ. ഇനി മൂന്നാമത്തത് തബ്ബത്ത് എന്നുള്ള സൂറത്ത്, അതേതാണ്? സൂറത്തുൽ മസദ് ആണ്. സൂറത്തുൽ മസദ്. ഇനി ഖുറൈശ് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ, ഓർമ്മ പരിശോധിക്കാം. ആദ്യത്തെ വഹയ് ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയാ? 40 ആണ്. 40-ാമത്തെ വയസ്സിലല്ലേ നബി തങ്ങൾ നബിയാവുന്നത്? എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വഹയ് ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിൽ. ആദ്യത്തെ വഹയ് ലഭിച്ച സ്ഥലം ഏതാ? അത് ഹിറാ ഗുഹ. മക്കയിലുള്ള ജബലുൻ നൂറിന്റെ മുകളിൽ ഉള്ള ഹിറാ ഗുഹ, അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മുത്തുനബിക്ക് വഹയ് ലഭിച്ചത്. ഇനി അടുത്തത്, ആദ്യത്തെ വഹയ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ടുപോയ വ്യക്തി വറഖത്ത് ഇബ്നു നൗഫൽ. അവരുടെ അടുത്തേക്കാണ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയത്. അടുത്തത് മൂന്നാമത്തെ പാഠം ആദ്യത്തെ പാലായനം എന്നുള്ള പാഠമാണ്. പാലായനം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ എന്നാണ് അർത്ഥം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അതിനാണ് പാലായനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. ഇവിടെ ഖുറൈശികളുടെ അക്രമങ്ങളൊക്കെ ശക്തമായി തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് ആളുകളോട് ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകാൻ പറഞ്ഞു. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ, ആദ്യത്തെ പാലായനം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന രാജാവിന്റെ പേരെന്താ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നജ്ജാഷി രാജാവാണ്.
നജ്ജാഷി രാജാവ് എന്നുള്ളത് മൊത്തത്തിൽ രാജാക്കന്മാർക്ക് പറയുന്ന, അവിടുത്തെ രാജാക്കന്മാർക്ക് പറയുന്ന ഒരു പൊതുപ്രയോഗമാണ് നജ്ജാഷി എന്നുള്ളത്. ആ നജ്ജാഷി രാജാവിന്റെ പേര് നമ്മൾ അടുത്ത പാഠത്തിലാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശം നജ്ജാഷി രാജാവ് എന്നെഴുതിയാൽ മതി. ഇനി എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേരാണ് ആദ്യം പോയത്? ഇതാ, ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയതാണ്. ഇതാണ് ആദ്യത്തെ പലായനം. എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ പോയത് എത്ര പേരാണ്? ഇതാ, തുടർന്ന് 83 പുരുഷന്മാരും 18 സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു. ഇതാണ് 2ാമത്തെ പലായനം. 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ആദ്യം 10 പുരുഷന്മാരും 4 സ്ത്രീകളും. 2ാമത്തെ പലായനത്തിൽ 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഇനി അടുത്തത് കാരണം കണ്ടെത്താം. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. എന്താണ് അതിന്റെ കാരണം? ഇവിടെ മക്കയിൽ ഖുറൈശികളുടെ പ്രയാസപ്പെടുത്തലുകൾ കാരണമാണ്. അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന, ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങൾ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങി. ആ ഒരു പ്രയാസത്തിന്റെ ഫലമായി, അത് കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളോട് തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞത്. അപ്പോൾ ഖുറൈശികളുടെ പ്രയാസം അത് തന്നെയാണ് കാരണം. ഇനി അടുത്തതോ, ആദ്യം പോയവരെല്ലാം 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ 10 പുരുഷന്മാരും 4 സ്ത്രീകളും എത്യോപ്യയിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അവര് അവിടെ കുറച്ചു കാലം താമസിച്ചു. പക്ഷെ അതിനിടക്ക് അവിടെ ഒരു വാർത്ത വന്നു. എന്താണ് വാർത്ത? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത ഇതിനിടെ പരന്നു. അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കള്ളപ്രചരണം അവിടെ പരന്നതുകൊണ്ടാണ് അവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ മടങ്ങിയത്. ഇനി അടുത്തത് ആര് പറഞ്ഞു? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ എന്നാരാണ് പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ഇതാണ് ആദ്യത്തെ പലായനം എന്നുള്ള 3ാമത്തെ പാഠം. ഇനി അടുത്തത് 4ാമത്തെ പാഠം, നജ്ജാഷി രാജാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആഫ്രിക്കയിലെ എത്യോപ്യയിലെ രാജാക്കന്മാർക്ക് പൊതുവെ പറയുന്ന പേരാണ് നജ്ജാഷി എന്നുള്ള ഒരു കോമൺ പ്രയോഗമാണത്. ഇനി അവരെ കുറിച്ചാണ്, ആ ഒരു നജ്ജാഷി രാജാവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇവിടെ ആ നജ്ജാഷി രാജാവിന്റെ പേര് പ്രത്യേകം പറയുന്നുണ്ട്. അസ്ഹൈമത്ത് എന്ന രാജാവായിരുന്നു ആ നജ്ജാഷി രാജാവ് കൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത് ചേരുംപടി ചേർക്കാം. രാജാവ്, അതിന്റെ നേരെ ഏതാ വേണ്ടത്? നജ്ജാഷി. രാജാവ് ആരാ? നജ്ജാഷിയാണ്. എത്യോപ്യ എവിടെയാണുള്ളത്? അത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ ഒരു വൻകരയാണ് എത്യോപ്യ. അപ്പൊ എത്യോപ്യ എന്നുള്ളത് അതിന്റെ നേരെ തന്നെയാണ്, ആഫ്രിക്ക. ഇനി ഉമ്മു ഹബീബ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ, അപ്പോൾ ഉമ്മു ഹബീബ എന്നുള്ളതിന്റെ ഉദ്ദേശം ആരാ? അത് റംല ബീവിയാണ്. പിന്നെ അടുത്തത് വഫാത്ത്, അതിന് നേരെ വരുന്നത് ഏതാ? ഹിജ്റ 9. പിന്നെ മഹറിന്റെ നേരെ വരുന്നത് ഏതാ? വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിവാഹം ചെയ്ത ആ ഒരു സന്ദർഭം പറയുന്ന സമയത്ത് മഹർ നൽകിയത് നജ്ജാഷി രാജാവായിരുന്നു എന്നിവിടെ പറയുന്നുണ്ടല്ലോ. മഹർ അത് വിവാഹം. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഇനി ഉത്തരം പറയാം. നജ്ജാഷി രാജാവിന്റെ പേരെന്ത്? ഇതാ നമ്മളിവിടെ പറഞ്ഞു, അസ്ഹൈമത്ത് എന്നായിരുന്നു രാജാവിന്റെ പേര്, അസ്ഹൈമത്ത്. എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത്? ഇതാ നജ്ജാഷി എന്നാണ് എത്യോപ്യൻ രാജാക്കന്മാർക്ക് പൊതുവെ പറയപ്പെടുന്ന പേര്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മഹർ നൽകിയത് നജ്ജാഷി ആയിരുന്നു. അപ്പൊ നജ്ജാഷി രാജാവാണ് നബി തങ്ങൾക്ക് വേണ്ടി ആ മഹർ നൽകിയത്. ഇനി അടുത്തത്, നജ്ജാഷിയുടെ മരണവാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഹിജ്റ 9-ാം വർഷം അദ്ദേഹം വഫാത്തായി. ആര്? നജ്ജാഷി രാജാവ്. വിവരമറിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ എന്താ ചെയ്തത്? നജ്ജാഷി രാജാവിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ 4-ാമത്തെ പാഠത്തിൽ, നജ്ജാഷി രാജാവ് എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെയൊക്കെ പാഠങ്ങൾ ആവർത്തിച്ച് വിദ്യാർത്ഥികൾ വായിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്തത് അവസാനത്തെ പാഠം, ഉപരോധം.
എന്താണ് ഉപരോധം എന്ന് പറഞ്ഞാല്? ഉപരോധം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒന്നും കൊടുക്കാതെ എന്താ പറയാ, പ്രയാസപ്പെടുത്തുക, എല്ലാം തടഞ്ഞു വെക്കുക. ഇവിടെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബി തങ്ങളുടെ കുടുംബത്തെയും ഉപരോധിച്ചു. എന്ന് വെച്ചാൽ അവർക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കാതെ ഒരു മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തെയാണ് ഉപരോധം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിത മാർഗങ്ങളൊക്കെ തടഞ്ഞു വെക്കുക, അതിനാണ് ഉപരോധം എന്ന് പൊതുവെ പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾ ഉപരോധിച്ച ആ ഒരു സാഹചര്യമാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒന്നാമത് കാരണം വിവരിക്കാം. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തിയത്? നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. പല ആളുകളും ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഖുറൈശികൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ താലിബിനെ ചെന്ന് കണ്ടു. തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അബൂ താലിബ് അത് നിരാകരിച്ചു, വിസമ്മതിച്ചു. അതോടെ ഖുറൈശികൾ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അത് അവർ എഴുതി കഅബയിൽ തൂക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് കാരണം? കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള കാരണം എന്താ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അബൂ താലിബിന്റെ അടുക്കലേക്ക് പിന്നെ നബി തങ്ങളെ വിട്ടുകിട്ടണമെന്ന് റിക്വസ്റ്റുമായിട്ട് അവർ പോയിട്ടും അവർക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് ഇവര് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തത്, നുബുവത്തിന്റെ 10ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആമുൽ ഹുസ്ൻ? ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീർഘകാലം സംരക്ഷിച്ച അബൂ താലിബും, അതുപോലെ അബൂ താലിബ് മരണപ്പെട്ടതിന്റെ 3ാം നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയും അങ്ങേയറ്റം നബി തങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്താകുന്നത്. ഈ രണ്ട് മരണവും തൊട്ടടുത്ത് നടന്ന ഈ 2 മരണവും ഒരേ വർഷമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ വിഷമിപ്പിച്ച 2 മരണങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണ് ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അബൂ താലിബിന്റെയും അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും മരണം നടന്ന വർഷം, അതുകൊണ്ടാണ് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നത്. ഉത്തരം പറയാം. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത്? എത്ര വർഷമാണ്? 3 വർഷത്തോളം. 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും, ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ്, മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്ക് അവിടെ 3 വർഷത്തോളം കഴിച്ചു കൂട്ടേണ്ടി വന്നു മലഞ്ചെരുവിൽ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുറൈശികളാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. മൂന്നാമത്തത് അബൂ താലിബ്, ഖദീജ, ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത്? താമസിയാതെ അബൂ താലിബിന് രോഗം ബാധിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അപ്പോൾ ആദ്യം മരണപ്പെട്ടത് ആരാ? അബൂ താലിബാണ്. പിന്നീടാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുന്നത്. ഇനി അടുത്തത് ഉസ്താദിനോട് ചോദിച്ചറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഉപരോധ കാലത്ത് താമസിച്ച സ്ഥലം അത് ഷഅബു അബീ താലിബ് എന്നുള്ള ഒരു മലഞ്ചെരുവിലാണ് ഇവര് താമസിച്ചിരുന്നത്. അടുത്തത് ഓർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. അബൂ താലിബിന്റെ സംരക്ഷണം തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം നമുക്കറിയാം. 6ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടല്ലോ. 6ാമത്തെ വയസ്സായപ്പോൾ ഉമ്മയായ അമിന ബീവിയും മരണപ്പെട്ടു. പിന്നെ നബി തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത് വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും വഫാത്താവുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് അബൂ താലിബ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അപ്പോ നബി തങ്ങളുടെ ആ സംരക്ഷണം തുടങ്ങുന്ന സമയത്ത് നബി തങ്ങളുടെ പ്രായം എത്രയാ? 8 വയസ്സാണ്. അബൂ താലിബിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത യാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 വയസ്സുള്ള സമയത്ത് ഒരു കച്ചവട യാത്രയായി സിറിയയിലേക്ക് ഉള്ള യാത്രയായിരുന്നു അത്. ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം, നബി തങ്ങൾ ആദ്യം കഴിച്ച
ആദ്യം വിവാഹം കഴിച്ചത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് താരീഖിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പാഠങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം, അതുപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.